Hello my dear students, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CA ഇന്ററിന്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മൾ ഈ പറഞ്ഞ ഒരു സബ്ജക്റ്റിന്റെ ഫുള്ളി റെക്കോർഡഡ് ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് പ്യുവർലി മലയാളത്തിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മെറ്റീരിയൽ എന്താണോ നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് വിത്ത് റീസെന്റ് അമെൻമെന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ക്ലാസ്സസ് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്തൊക്കെയുണ്ട്, എത്ര മൊഡ്യൂൾസ് ഉണ്ട്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് മെറ്റീരിയൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. സബ്ജക്റ്റിന്റെ പേര് എന്ന് പറയുന്നത് ഓർത്തുക, പേപ്പർ നമ്പർ 2 ആണ് നമ്മൾ ഡീൽ ചെയ്തത്. പേപ്പർ നമ്പർ 2. അപ്പോൾ നമ്മളിപ്പോൾ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് എന്ന് പറയുന്നത് പേപ്പർ നമ്പർ 2 നമ്മൾ പറയാം. അപ്പോൾ നോക്കുക, കോർപ്പറേറ്റ് ലോസ് ആൻഡ് അതർ ലോസ് ആണ്. ഈ അതർ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ലോസ് അല്ലാതെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ഐഡിയ കിട്ടിയെന്ന് വരില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് നമുക്ക് നോക്കാം. മോഡ്യൂൾ നമ്പർ 1 ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ സബ്ജക്റ്റിലേക്ക് നമുക്ക് നേരിട്ട് പോകാം. ഇതെങ്ങനെയാണ് ഈ മോഡ്യൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ എങ്ങനെയാണോ അതേ മെറ്റീരിയലായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കാം, ഇവിടെ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടും. ഇവിടെ നോക്കാം, കേട്ടോ, ടോട്ടൽ നമുക്ക് 100 മാർക്സിൻ്റെ പേപ്പറാണ്. 100 മാർക്സിൻ്റെ പേപ്പറാണ് നമുക്ക് വരിക. അതിൻ്റെ അകത്ത് 70 മാർക്സും 30 മാർക്കും വരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കമ്പനി ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി ലോയിൽ ടോട്ടൽ 70 മാർക്സ് ആണ്. പക്ഷേ കമ്പനി ലോ എന്നൊരു സംഭവം മാത്രമല്ല, ഇവിടെ വേറൊരു പാർട്ടും കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് LLP എന്ന് പറയുന്നത്. നിങ്ങൾ ഫൗണ്ടേഷൻ ബേസ്ഡ് വന്നവരാണെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ച LLPയും അതിൻ്റെ കുറച്ച് എക്സ്റ്റെൻഡഡ് വേർഷനുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുക. അപ്പോൾ ടോട്ടൽ 70 മാർക്സ് ആണ്. അപ്പോൾ നമുക്കൊരു 50+ മാർക്ക് നമ്മൾക്ക് കമ്പനീസ് ആക്കിലും ഒരു 15 ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞ LLP എന്നൊരു ചാപ്റ്ററിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അതർ ലോസ് എന്ന് പറയുമ്പോൾ ഈ 2 ചാപ്റ്ററും റിലേറ്റഡ് ആണ്. ഈ ചാപ്റ്റർ നമ്പർ 1ഉം 2ഉം റിലേറ്റഡ് ആണ്. അതായത് 13th ചാപ്റ്റർ ആൻഡ് 14th ചാപ്റ്റർ. അത് ഇവിടെ നമുക്ക് 12 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇവിടെ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 15 ചാപ്റ്റേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ലോയുടെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്. അതിനുശേഷം എങ്ങനെ നമ്മൾ ലോയിൽ വരുന്ന വാക്കുകളെ വ്യാഖ്യാനിക്കണമെന്ന് പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഫെമയാണ്. ഫെമ നിങ്ങൾക്ക് ആക്ച്വലി ഫൈനൽ എന്ന് പറഞ്ഞ സബ്ജക്ട്, ഫൈനൽ CA ഫൈനലിൻ്റെ ഒരു ഇൻട്രോ എന്ന് മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്, ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സബ്ജക്റ്റ് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നമ്മളതിനെ ഈസി ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അപ്പോൾ അത് നമ്മളുടെ ഈ പറഞ്ഞ റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം. ഞാനൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റുമോ അത്രയും മാത്രം നിങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് എക്സാമിനേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് MCQ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്, പ്ലസ് ഡിസ്ക്രിപ്റ്റീവ്. അതായത് 70-30 എന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ക്ലാസ്സസ് എടുക്കുന്ന സമയത്താണെങ്കിലും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഈ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിലും 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് വരിക. ഒന്ന് നമുക്കൊരു ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. രണ്ടാമത് നമുക്ക് വരിക അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അതിനെ ATQ നമ്മൾ പറയും. കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു കഥയുണ്ടാകും, ആ കഥയിലേക്ക് നമ്മളൊരു ലോ അപ്ലൈ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ അതിൻ്റെ ആൻസർ എഴുതുന്നു. പ്രൊവിഷന്, ഫാക്ട്, കൺക്ലൂഷൻ എന്ന രീതിയിൽ നമ്മൾ അതിനെ ആൻസർ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ക്ലാസ് എടുക്കുക, നമ്മൾ പറയും ഇത് ഇന്ന സ്ഥലത്ത് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമെന്ന് നമ്മൾ പറയും. ഓക്കെ, അതിനുശേഷം നമുക്ക് സിലബസ് നമുക്ക് നോക്കാം. 100 മാർക്സ് ആണ്. അതിനകത്ത് 70 മാർക്സ്. ഇത് നോക്കുക, ഈ 70 മാർക്സ് എന്ന് പറയുന്നത് അല്ല ഡിസ്ക്രിപ്റ്റീവ് കേട്ടോ. ടോട്ടൽ 100 മാർക്സിൽ 70-30 എന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 70 മാർക്സ് പാർട്ട് 1 എന്ന രീതിയിൽ. നിങ്ങൾക്ക് 3 സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും. 3 സ്റ്റഡി മെറ്റീരിയൽ അതിൻ്റെ അകത്ത് കമ്പനീസ് ആക്റ്റും അതേപോലെ ജനറൽ ക്ലോസസും അതിനെ ഡിവൈഡ് ചെയ്തിട്ട് മോഡ്യൂൾ 1, 2, 3 ഞാൻ ആ മോഡ്യൂൾ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നേരിട്ട് നമുക്ക് മോഡ്യൂളിലേക്ക് പോകാം. ഇങ്ങനെയാണ് നിങ്ങളുടെ മെറ്റീരിയൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് 3 ബുക്ക് ഉണ്ടാകും. ആ 3 ബുക്ക് ഈ രീതിയിലായിരിക്കും. അതിൻ്റെ ഒന്നാമത്തെ മോഡ്യൂൾ ഇവിടെ നമുക്ക് ഓരോരോ ചാപ്റ്ററിനും അതിനനുസരിച്ച് വെയിറ്റേജ് ഉണ്ട് കേട്ടോ. ആ വെയിറ്റേജ് ഞാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നിങ്ങൾ നോക്കുക. മോഡ്യൂൾ 1 ഒരു വെയിറ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ മോഡ്യൂൾ നമ്പർ 2 ഒരു വെയിറ്റേജ് ഉണ്ട്. മോഡ്യൂൾ നമ്പർ 3 ഒരു വെയിറ്റേജ് ഉണ്ട്. അതായത് ചാപ്റ്റർ വൈസ് നമ്മൾ എന്താണ് ഓരോരോ വെയിറ്റേജ് ഉണ്ട്. ചാപ്റ്റർ വൈസ് മെയിൻ ആയിട്ട് മോഡ്യൂൾ വൈസ് എന്താണ് വെയിറ്റേജ് നൽകിയിട്ടുണ്ട്. അത് ICAI ഒഫീഷ്യലി എന്താണ് റിലീസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ മോഡ്യൂൾ നമ്പർ 1 നമുക്ക് ശരിക്കും നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ ചാപ്റ്റർ നമ്പർ 6 നമ്മൾ ഫൗണ്ടേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്പനി ലോ.
അപ്പോൾ ശരിക്കും കമ്പനി ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ലോയിൽ 470 സെക്ഷൻസും 29 ചാപ്റ്റേഴ്സും എല്ലാം തന്നെയുണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കാനില്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം നമുക്ക് ഒരു 10 ചാപ്റ്റേഴ്സ് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. 10 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ടിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ബെയർ ആക്ടിലെ 10 ചാപ്റ്റേഴ്സ് മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. അതിനകത്ത് ഒന്നാമത്തത് നമ്മൾ കുറച്ച് വാക്കുകളുടെ അർത്ഥം പഠിക്കുന്നുണ്ട് കമ്പനീസിൻ്റെ. ഇപ്പോൾ പ്യുവറായിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് എൻട്രി ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നതെങ്കിൽ ആദ്യമേ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാകും. പക്ഷെ പിന്നീട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും. സോ നോ വറീസ്. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുമ്പോൾ നമ്മളൊരു കമ്പനീനെ ഇൻകോർപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട. അപ്പോൾ ഇത് പ്യുവർലി ഉണ്ടല്ലോ, നിങ്ങളൊരു CA ആയതിനു ശേഷം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ചാപ്റ്റർ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉപകാരപ്പെടും. പ്രോസ്പെക്ടസ്, ഈ ഷെയർ ക്യാപിറ്റൽ, ഷെയർ ഇഷ്യൂയിങ്, പബ്ലിക് ഇഷ്യൂസ്, പ്രൈവറ്റ് പ്ലേസ്മെന്റ്, അവിടെ CAയുടെ റോള്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ ഷെയർസും ഡിബഞ്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നു. ഇതിനകത്ത് ഈ 2, 3, 4 ഒക്കെ അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആട്ടോ. വലിയൊരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിന് കണ്ടന്റ്സ് കുറച്ച് കൂടുതലുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 5ഉം 6ഉം. ചാപ്റ്റർ 6 ഒക്കെ എന്ന് ചെറിയ ചാപ്റ്റർ ആണെന്ന് വിചാരിക്കൊന്നും വേണ്ട. ചില സമയത്ത് സസ്പെൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരികയും നമ്മൾ ഏതാണോ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് ക്വസ്റ്റൻസ് വരാതെ നമുക്ക് ഈ ചാപ്റ്റർ നമ്പർ 6 എന്ന് പറയും. അപ്പോൾ ചോദിക്കാം, അപ്പോൾ സാറേ ചാപ്റ്ററിന് വെയിറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞത്? ചിലതിന് മോഡ്യൂളിലാണ് വെയിറ്റേജ് കൊടുക്കുക എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് മോഡ്യൂളിൽ ചില സബ്ജക്ട് കോമ്പിനേഷൻസ് ആണ് വെയിറ്റേജ് കൊടുക്കുക. ആ വെയിറ്റേജ് ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് മോഡ്യൂൾ നമ്പർ 2 എന്ന് പറയുന്നതിൽ നമുക്ക് ഇവിടെ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ബിസിനസ് നടത്തുന്നത്, മീറ്റിംഗ്, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ചാപ്റ്റർ നമ്പർ 8 വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് കാൽക്കുലേഷൻ, നമുക്ക് ക്വസ്റ്റൻസ് വരും, കാൽക്കുലേഷൻ വരും. കാൽക്കുലേറ്റർ യൂസ് ചെയ്യണം കേട്ടോ. അതായത് ലോ എക്സാം എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ പോകരുത്, കാൽക്കുലേറ്റർ കൊണ്ടുപോകണം. ഓക്കെ, ചാപ്റ്റർ നമ്പർ 9 എന്ന് പറയുന്നത് ഈ 2 കോൺസെപ്റ്റ് ഉണ്ട്. ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം ഓഡിറ്റിങ്, അക്കൗണ്ട്സ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞ ഒരു ഐഡിയ മാത്രം നൽകുന്നുള്ളൂ. നിയമപരമായിട്ട് കമ്പനീസ് ആക്ടിൽ എന്താണോ പറഞ്ഞത് അതിൻ്റെ മാത്രം ഐഡിയ നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഇത് ആക്ച്വലി ഫൈനലിലെ കോൺസെപ്റ്റ് ആയിരുന്നു. അതിപ്പോൾ നമുക്ക് ഇന്റർലെ കിട്ടുന്നുണ്ട്. ചെറിയൊരു കോൺസെപ്റ്റ് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഫോറിൻ കമ്പനീനെ കുറിച്ചാണ്. അതായത് ദ കമ്പനീസ് ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഇപ്പോൾ ഒരു ആമസോൺ എന്നൊരു കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ദേ ഹാവ് ടു ഫോളോ സം കൈൻഡ് ഓഫ് നിയമങ്ങൾ. അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതിനുശേഷം മോഡ്യൂൾ നമ്പർ 3 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഏറ്റവും കൂടുതൽ കുറഞ്ഞ ചാപ്റ്റേഴ്സും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് മോഡ്യൂൾ നമ്പർ 3 അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് എന്താണ്? മോഡ്യൂൾ നമ്പർ 3 ആണ്. അപ്പോൾ ഏറ്റവും പിള്ളേർക്ക് നോർമലി പറയുമ്പോൾ ചെറിയ ഡിഫിക്കൽട്ട് എന്ന രീതിയിൽ തോന്നുന്നതും ഈ സംഭവം തന്നെയാണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 1, 2 മെയിൻ ആയിട്ട്. 3 പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പൊക്കോളും. ചാപ്റ്റർ നമ്പർ 3 എന്ന് പറയുന്നത് അപ്പോൾ 1ഉം 2 അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് എന്ന രീതിയിൽ ഫീൽ ആകും. അപ്പോൾ നമ്മൾ അതിനൊരു സെപ്പറേറ്റ് നമ്മൾ എന്താണ് കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ലാംഗ്വേജ് പഠിക്കണം. അപ്പോൾ ഈ 2 ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ചാപ്റ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ പ്യുവർലി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽ എന്താണോ അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ്സസ് എടുക്കുന്നത്. പക്ഷേ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ല. മെയിനായിട്ട് ഈ 2 ചാപ്റ്റേഴ്സിൻ്റെ മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതായത് ഒരു ലാറ്റിൻ ടെർമിനോളജീസ് ആണ് ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് കീ ടെർമിനോളജീസ് നമ്മൾ പഠിച്ച് അത്യാവശ്യം ഒന്നും എഴുതാതിരിക്കുന്നതിനേക്കാളും നല്ലത് നല്ല രീതിയിൽ എന്തെങ്കിലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു 2 ചാപ്റ്ററിലും ആദ്യമായിട്ട് ശ്രമിക്കേണ്ടത്. അതായത് ഇതൊരു ലാംഗ്വേജ് ആണ്, ലോ എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനേക്കാളും കൂടുതലായിട്ട് ഇൻഡയറക്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരിക. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻ്റലക്ച്വൽ പവർ എന്താണ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് നമ്മൾ ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. അത് നമ്മുടെ എന്താണ് അപ്പോൾ നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് എല്ലാം തന്നെ ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ വർക്കൗട്ട് ബാച്ച് എന്ന രീതിയിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ യൂട്യൂബിലായിട്ട് കുറച്ച് കാര്യം നമ്മൾ ഹോസ്റ്റ് ചെയ്യും. അതല്ലാതെ എന്താണ് നമ്മുടെ ക്ലാസ് പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ ആ എക്സാമിനേഷന് വേണ്ടി എങ്ങനെ ആൻസർ എഴുതണം, ക്വസ്റ്റ്യൻ ആൻസർ വർക്കൗട്ട് ചെയ്യുന്ന സെഷൻസും എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ഈ റെക്കോർഡ് ക്ലാസ്സസിൻ്റെ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ 15 ചാപ്റ്റേഴ്സ് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്താണ് എൻ്റെ കൂടെ ഒരേപോലെ പഠിക്കുക. അപ്പോൾ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ കുറച്ച് വെയിറ്റേജ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, ഒരു അണ്ടർസ്റ്റാൻഡിങ് പർപ്പസിന് വേണ്ടി മാത്രം. ഇവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ നോക്കിക്കേ, ഇതാണ് കേട്ടോ. ഇത് ICA തന്നെ റിലീസ് ചെയ്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ റീസെൻറ്റ് എക്സാമിനേഷൻ എല്ലാം ഇത് തന്നെയാണ് അപ്ലിക്കബിൾ ആകുക. ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചതൊന്ന് ഓർത്ത് വെക്കുക. നമ്മൾ മോഡ്യൂളാണ് ഡിവൈഡ് ചെയ്ത് വേറെ ഒരു രീതിയിലാണ് സെക്ഷൻസ് വൈസ്. ഇത് സ്കിൽ വൈസ് വെയിറ്റേജ് നമ്മൾ പറയും. ഇതിനകത്ത് കമ്പനീസ് ആക്റ്റും അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പിന് നോക്കുക, LLPയിൽ നോക്കുക. 15 to 20% ആണ് ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയതുണ്ടോ, 1, 2, 3, 4ാമത്തെ ചാപ്റ്റർ മാക്സിമം 30%. സാറേ അപ്പോൾ ഏത് ചാപ്റ്റർ ഇപ്പോൾ ചാപ്റ്റർ 1 എത്ര വരും അത് പറയില്ല. അതുകൊണ്ട് ഇവിടെ സസ്പെൻസ് ഓർത്ത് വെക്കുക.
മെജോറിറ്റി എന്താണ് ചില സമയത്ത് പ്രിലിമിനറി നമ്മൾ പഠിക്കാതെ പോയാൽ ചിലപ്പോൾ പ്രിലിമിനറിന് കൂടുതൽ മാർക്ക് വരും. ഇവിടെ ഇന്ന ചാപ്റ്റർ നമുക്ക് പറയാൻ പറ്റില്ല, അത് നമ്മൾ പാസ്റ്റ് ഇയേഴ്സിന്റെ കുറേ ക്വസ്റ്റൻസ് നോക്കിയാലും എന്നാലും നമുക്കത് പറയാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് ഈ പറഞ്ഞ 5 and 6 and 7. ഇതിനകത്ത് ഏറ്റവും കുറച്ച് വലിയൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ നമ്പർ 7 ആട്ടോ. ഈ ചാപ്റ്റർ നമ്പർ 5ഉം 6ഉം കുറച്ച് ചെറിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പഠിച്ചുകൊണ്ട് പോകും. അവസാനം ഇത് ചോദിക്കും. അപ്പോൾ ഏതാ പഠിക്കേണ്ടത്? നമ്മൾ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 4 ചാപ്റ്ററിൽ നിന്ന് 20 to 30%. അതായത് ഈ ചാപ്റ്റർ വലുതാണ്, ഈ ചാപ്റ്റർ വലുതാണ്, ഈ ചാപ്റ്റർ വലുതാണ്, 30%. അപ്പോൾ സ്മാർട്ടായിട്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഈ 2 ചാപ്റ്ററും ചെറുതാണ്, ഇത് മാത്രമേ വലുതുള്ളൂ. 30% വന്നു. ഓക്കെ, 30% വന്നു. ഇനി ഈ ചാപ്റ്റർ ചെറുതാണ്, അതിനകത്ത് ഇത് വലുതാ, ഇത് രണ്ടും ചെറുതാണ്. അപ്പോൾ അവിടെയും 35%. അപ്പോൾ നമ്മൾ ഒരു ടെക്നിക്കായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം? ഇത് പഠിക്കാം. ഓക്കെ, 3 ചാപ്റ്റർ ഉള്ളൂ. ഇത് വരും കേട്ടോ, അത് ആ കാറ്റഗറി തന്നെ വരും. അതിനുശേഷം നോക്കിക്കേ, LLB പഠിക്കുന്നു. കാരണം LLBയിൽ നമുക്ക് ഫൗണ്ടേഷൻ പഠിച്ചവരാണെങ്കിൽ കുറച്ച് ഐഡിയ കിട്ടും, എന്നാലും നമുക്ക് ആ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യില്ല, നമുക്ക് എഴുതാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ്. പിന്നെ ഇവിടെ നോക്കിക്കേ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 3 ചാപ്റ്റേഴ്സിന് 30 മാർക്കിന് 100 മാർക്കായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിന് വെയിറ്റേജ് പറയുന്നുണ്ട്. അതായത് 30 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരിക. അതിൻ്റെ അകത്ത് ജനറൽ ക്ലോസസ് നോക്കിയാൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞു ലാംഗ്വേജ് കുറച്ച് ഡിഫിക്കൽട്ട് എന്ന്. ആ ചാപ്റ്റർ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഈ 2 ചാപ്റ്റേഴ്സ് എന്താണ് അത്യാവശ്യം നല്ലപോലെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാൻ പറ്റും. ഞാൻ ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട എന്ന രീതിയിലല്ല പറയുന്നത്. ഈ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുമ്പോൾ കുറഞ്ഞ സമയം നമ്മൾ 5ഉം 6ഉം 7ഉം എന്നൊരു ചാപ്റ്ററും 4 ചാപ്റ്റർ, അപ്പോൾ 4ഉം 3ഉം നമ്മൾ 4, 2, 6. ഓക്കെ, അപ്പോൾ നമ്മൾ 4, 2, 6 നമുക്കിവിടെ 10, 10, 20 പിടിച്ചാണെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയ പറയുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു 10 മാർക്ക്, ഇവിടെ നമുക്കൊരു 10 മാർക്ക്, അതിനുശേഷം ഇവിടെ നമുക്ക് 15 മിനിമം മാർക്ക്. അപ്പോൾ എത്ര മാർക്കായി? നമുക്ക് 35 മാർക്കായി. അതിനുശേഷം 20 മിനിമം വരും, 55 മാർക്കായി. അതായത് 55 മാർക്ക് നമുക്ക് പഠിക്കാൻ നമ്മൾ വെറും എത്ര ചാപ്റ്റർ പഠിച്ചാൽ മതി? നമ്മൾ വെറും 7 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി. അതിനുശേഷം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഓക്കെ ചെയ്താണോ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർത്ത് വെക്കാം. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 കോൺസെപ്റ്റ് ഇതാണ് ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സ്മാർട്ട് ടെക്നിക്സ് ഒക്കെ നമ്മൾ അല്ലാതെ നമ്മൾ ഗ്രൂപ്പിലും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് CA ഇന്റർവ്യൂ പെർസ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നെങ്കിലും ചെറിയൊരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ കോൺടാക്ട് നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ അതിൻ്റെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ആ പേരും അതേപോലെ തന്നെ നിങ്ങളുടെ എപ്പോഴാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പോകുന്നത് നിങ്ങളുടെ അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് ക്ലാസ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമ്മൾ ക്ലാസ്സസ് നമ്മൾ പ്രോപ്പർലി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 50 ഹവേഴ്സിൻ്റെ ക്ലാസ് ആയിരിക്കും. നമ്മളെല്ലാം ഐസൈഡ് ലൈൻ ബൈ ലൈൻ നമ്മൾ 50 ഹവേഴ്സിൽ നമ്മൾ വളരെ എഫക്റ്റീവ് അവേഴ്സ് ആയിട്ട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് മുന്നോട്ട് നല്ലപോലെ നമുക്ക് എന്താണ് പഠിച്ച് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്കിനി ക്ലാസ്സിൽ കാണാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്.